ആടോ മനസ്സിലായി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാൻ ജോർജിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? ആ ശരി ശരി, ഓക്കെ ഓക്കെ. ഇതിലൊന്ന് സൈൻ ചെയ്യണം. പിന്നെ കൊള്ളിമലയിലെ ഗോവിന്ദനും കൂട്ടർ വന്നിട്ടുണ്ട്, സാറിനെ കാണുന്ന പറയുന്നു. പിന്നെ വരാൻ പറയുള്ളൂ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ. ഓക്കെ. ഇരിക്കടോ. വേണ്ട സാറേ. ഇരിക്കടോ ഗോവിന്ദ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വർഷം ഒന്ന് കഴിഞ്ഞു സാറേ, ഞങ്ങളിപ്പോഴും തെരുവിലാ. ഞങ്ങളെ കാര്യത്തിലൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന്? ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളിമലയിലുണ്ടായ അന്നത്തെ ഉരുൾപൊട്ടലിൽ എൻ്റെ വീടും കൃഷിയിടങ്ങളും മാത്രമല്ല, എൻ്റെ ഭാര്യ, എൻ്റെ വയസ്സായ അമ്മ എല്ലാം പോയി. പിന്നെ എൻ്റെ പ്രായപൂർത്തിയായ മക്കളെ ഇങ്ങോട്ട് ഞാൻ തെരുവില്ല സാറ്. കയറിയെടുക്കൊരു സ്ഥലമല്ല. വെയിലായാലും മഴയായാലും ഇത് തന്നെയാ കൊള്ളിമലയിലെ ഈ നൂറുകണക്കിന് വരുന്ന എല്ലാവരെയും സ്ഥിതി. ഞങ്ങൾക്കൊരു വഴി സാറ്. അതൊക്കെ അറിയാടോ. ഈ സർക്കാർ നിങ്ങൾക്കുള്ളതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് അവിടുത്തെ റോഡിന്റെയും ഇലക്ട്രിക്കലിന്റെയും വർക്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് ഇപ്പൊ സർക്കാരിന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ്. ഞങ്ങൾ മന്ദന്മാരാണെന്ന് കരുതല്ലേ സാർ? ഈ ഞങ്ങൾ തന്നെയല്ലേ സാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്? അതൊന്നും മറക്കല്ലേ സാർ? സാധാരണ ജനങ്ങൾക്കപ്പുറം പല പ്രമുഖന്മാരും പല സന്നദ്ധ സംഘടനകളും പല രാഷ്ട്രങ്ങളും ഈ ഫണ്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ട് സാറേ. അതൊക്കെ പണം തന്നെയല്ലേ സാറേ? ഞങ്ങൾ അനുഭവിച്ച ദുരിതത്തിനാണ് സാറേ സാറിന്റെ ഈ ഖജനാവിലേക്ക് പണം ഒഴുകിയിരുന്നത്. അത് മറക്കല്ലേ സാറേ? മറക്കല്ലേ? ഫണ്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ചെലവും കൊണ്ടുപോയിന്താ. തെരുവിൽ കുരയ്ക്കുന്ന പട്ടികളെ നോക്കി നമ്മളും കുരയ്ക്കാൻ നിൽക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. മനസ്സിലായോ? എന്താ സാറേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്? വീടും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങള് ഒരു ഗത്യന്തരമില്ലാതെ അലയുന്ന ഞങ്ങള് എന്താ മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾക്ക് ജീവിക്കണ്ട സാറേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ശരി ഗോവിന്ദ, അതൊക്കെ സർക്കാർ അതാത് സമയത്ത് കാര്യങ്ങൾ നടത്തിക്കോളും. ഓക്കെ ഗോവിന്ദൻ, ഇപ്പൊ പോ. ഓക്കെ, അത് ശരിയാക്കാം. എന്താടോ ജോർജ്, ഇതൊരു തലവേദനയാണല്ലോ. അല്ല സാറേ, കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ ഇതിനായിട്ട് വലിയ തലവേദനയല്ലായിരുന്നു. ഈ അടുത്ത പ്രളയം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറന്നു നിൽക്കും. ശ്രദ്ധിക്കേ, മഴയൊക്കെ നേർത്താവുന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. കാലാവസ്ഥാ നിരീക്ഷണം അങ്ങനെയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞൊരിപ്പോ നമുക്കറിയാലോ, അവിടെ ചെറുത് സംഭവം അപ്പൊ സൂചന കിട്ടിയാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കുഞ്ഞിപ്പാ, സംഗതി പേപ്പറിലൊക്കെ വായിച്ചില്ലേ? ഉരുൾപൊട്ടലും കാര്യമൊക്കെ ഉള്ള ഒരു ഇതൊക്കെ പറഞ്ഞില്ലേ? അതാണ് പേടി. അസീസിന്റെ ആ പേരൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. മുകളിലുള്ള മലന്റെ ആ മുക്കിട്ട് അവിടുന്ന് ഇങ്ങോട്ട് താഴ്ത്തിക്കുള്ള ആ വലിയ പാറക്കൊക്കെ ഉണ്ടല്ലോ, ആ ചെക്കന്മാര് ഇരുന്നാണ്ട് ആ കൊപ്രായം കാട്ടണേ, അവിടെയൊക്കെയാണ്. അതൊക്കെ വന്നാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ. അതല്ലേ 2 കൊല്ലം മുന്നേ അസീസിനോടും കുടുംബത്തിനോടൊക്കെ അവിടുന്ന് മാറാൻ പറഞ്ഞേ. ഓനെ മാറിയില്ല, മറ്റില്ലേന്നല്ലോ. ഓനോടൊന്നും ഇപ്പൊ പറഞ്ഞിട്ടും കാര്യം. ആ പെണ്ണ് കുടുങ്ങിന്നറിയാം. അല്ല, വലിയ കുട്ടി, ഒരു കുട്ടി ഉണ്ടല്ലോ അസീസിനെ. 2 കുട്ടികളല്ലേ അസീസിന്? 2 കുട്ടികളല്ലേ? ഒരു ആൺകുട്ടി, ആ പെൺകുട്ടിക്കാണ് അംഗവൈകല്യമുള്ള കുട്ടികളോ. ഒന്നാമത്തെ അതൊക്കെയാണ് അവിടെ ഒരു എടങ്ങ്. അല്ലെങ്കിൽ തന്നെ ആ പെരക്കാർക്കൊക്കെ ഭയങ്കര എടങ്ങാരോ ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യം 2018 ജൂലൈ നമ്മളെ ആൾക്കാരിലെ കുറെ ആൾക്കാർ പോയത്, എല്ലാരും പോയിക്കൊണ്ടില്ല എന്നുള്ളതല്ല. അപ്പൊ നമുക്കിപ്പോ അത് പുത്തരി അല്ലാന്ന് കണക്കാക്കാം. പക്ഷെ ഇക്കുറി അങ്ങനെ എങ്ങാനും കാലാവസ്ഥ മുന്നറിയിപ്പ് പറയുന്നതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നിന്നാലും നമുക്ക് മുൻകൂട്ടി ഇറങ്ങണം. നമ്മൾ ആൾക്കാർ നിറയണം. ആൾക്ക് ഒരൊറ്റ ജീവൻ അവിടെ പൊലിയരുത്. പിന്നെ കടപ്പുറത്തേക്ക് പാർട്ടി തന്നെ വിവരം അറിയിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ കടപ്പുറത്തുനിന്ന് ഒന്നായിട്ട് ഇളകി വരും. അത് സംശയമല്ല, നമുക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ ഉണ്ടായാല് പരമാവധി അസീസിനെ പറഞ്ഞ അസീസിനെ ആ പെരക്കാരി
അസീസ് ആ ക്ലബിന്റെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് ആ വായനശാലന്റെ എന്തൊക്കെയാണ് ആ ഓന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുന്ന് ഇറക്കാൻ നമ്മൾ നോക്കാം. വെള്ളച്ചാനായി ഓ വരാൻ കൊറേ സമയം ഞങ്ങൾ നടക്കാണ്. താത്ത ഞാൻ സ്കൂളിൽ പോയി വരാട്ടോ. അസീസേ ഈ 1-ാം തീയതി ആക്കുള്ള സാധനം കിട്ടണേ. ഈ 1-ാം തീയതി അസീസിന് സാധനം കിട്ടാക്കൂ. എടാ ഇജ്ജ് നമ്മളെ കമ്പനി കൂടിന കേട്ടോ, നമ്മളെ അടി വന്നൊരു സൂപ്പറായത്. അസീസേ ഇന്നലെ എന്താ എന്റെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാട് പഠിച്ച് അതാണ് നൊണ്ടിക്കാലത്തില്ലേ. എടാ എന്റെ മോളിലടത് ഇതാ മോള് എന്താ മോളാണ് തൊയിരം തന്നില്ല ഇതുവരെ. മോളാണ് പോലും മോള്. അസീസേ സാധനം കഴിയാനായല്ലോ. സാധനം കഴിയാനല്ലേ 1-ാം തീയതി വെച്ച് അപ്പഴ പറയും 4 കുട്ടനാളല്ലേ കഷ്ടക്കാലം. 1-ാം തീയതി സാധനം കിട്ടുക. അന്നോട് ഈ കുപ്പിയോട് വെച്ചാൽ പറഞ്ഞേ. കളപ്പന്നി അച്ഛനെ സ്റ്റെപ്പിന് വെള്ളം കയറുള്ളപ്പത് മഴ തുടങ്ങിയിട്ടുള്ളൂ. അപ്പത്തിന് ഇങ്ങനെ ഇപ്പൊ എന്താ ഒരു കഥ, എങ്ങോട്ടാ ഒരു പോക്കാവും. ഇപ്പൊ 4-5 ദിവസം മഴ തന്നെയാണെന്നാ പറഞ്ഞേക്കണേ. പുഴ കര കവിഞ്ഞു ഒഴിക്കണ മക്കാപ്പത്. അല്ലാ വരും പൊന്തര വെള്ളം നല്ല അടിയൊഴുക്കുണ്ട്. വേറെ പെട്ടെന്ന വെള്ളം പൊന്തണത്. ആ ഇക്ക എന്തൊക്കാ നീ വിളിച്ചു? ആ കൊഴപ്പൊന്നുമില്ല. ആ മഴയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല മഴയാ. ഇപ്പൊ കുറവുണ്ട്. നീ സ്കാൻ ചെയ്യാൻ പോണം. ആ നാളെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. നാളെ ചെല്ലാനാ പറഞ്ഞ. നാളെ നീ സ്കാൻ ചെയ്യാൻ പോണം. കൊഴപ്പൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ഇങ്ങോട്ട് ആരും തുണക്കി വരുമൊന്നും വേണ്ട. ആ മഴയൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ട്. പക്ഷെ ഇവിടെ കിണറും പാടൊക്കെ നിറഞ്ഞിട്ട് തന്നെ അടഞ്ഞു കവിഴിയാണ്. കൊഴപ്പല്ല. പക്ഷെ എന്നാലും എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വേണ്ട വേണ്ട ഒരു കുഴപ്പമില്ല. ആ ഇന്നലെ എന്തേന്നടി ഇവിടെ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ടുന്നല്ലോ? അത് മൂപ്പര് കള്ളുടിച്ച് വന്നാല് അതന്നല്ലേ നിങ്ങൾക്ക് അറിയില്ലേ? ഇജ്ജ് അറിഞ്ഞോ ഇന്നലത്തെ മഴക്കേ ആ ദാസേട്ടന്റെ പെരുമക്ക് എടിയെ തെങ്ങ് വീണു തന്നെ? ഐറ്റങ്ങളൊരു ഇടങ്ങേറ്. എന്താ കാട്ടുന്നു പാവം. എന്താ ചെയ്യ ഐറ്റങ്ങള്? ഇവിടുത്തെ ഒച്ചപ്പാടോണ്ട് എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ചേച്ചി. നിങ്ങൾ ഒത്തു കയറി ഞാൻ അത് വരുന്നു. വരെ പടച്ച റബ്ബേ, ആരാണ് വാളങ്ങൾ പുറത്തിറക്കിയത്? മഴയാണാ വരുന്നത്. റബ്ബേ നടക്കാവത്തേക്ക് നടക്കേ. അനക്ക് ഞാൻ തരാവത്തേക്ക് നടക്കേ. നടക്കേ ഈ കുട്ടി ഞാൻ പുറത്തേക്ക് ഇറക്കിക്കേ. നടന്ന മഴയാണ് വരെ പോയിക്കോളിഞ്ഞി. വാടാ നമുക്ക് പോവാം.
ജീവണ്ട് ആ മണ്ണൊന്ന് മാറ്റിക്കേ. പെട്ടെന്ന് വേഗം ആംബുലൻസ് വിളിക്കൂ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ കൊല്ലിമുക്ക് എന്ന സ്ഥലത്താണ്. കനത്ത മഴ തുടർന്ന് ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുപാട് ആളുകളുടെ ജീവൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകാലികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വളരെ പ്രശ്നത്തിലാവുന്നത് ഒരുപാട് 100-അധികം ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ദയനീയമായ സാഹചര്യം നിലവിലുള്ളത്. ക്യാമറമാൻ ഷെബീറിനൊപ്പം ലത്തീഫ് കാവനൂര്, BMTV. ഇതിപ്പോ ഈ പോക്കേ നമ്മളെ പേടിക്കണം. ജബ്ബാറിന്റെ മുകളിൽ, ആ പെരന്റെ മുകളിൽ കൊന്ന് ഇടിഞ്ഞു എന്നാ കേൾക്കുന്നത്. കയ്യും കാലൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് മഴ പെയ്തെത്താൻ ഘട്ടത്തിങ്ങനെ വെള്ളം വല്ലാതെ പൊങ്ങി വരുവാണ്. ഇത് പേടിച്ചണം, എവിടേക്ക് എത്താവോ? അതുമല്ല, 2-3 ബോഡി അവിടെ ഇവിടെ തങ്ങി എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ പേടിക്കണം. എത്താതെ പഠിച്ചാൽ എത്തുന്ന അറിയില്ല. നമുക്കൊന്ന് ശരിക്കും കാര്യമായിട്ടൊന്നും നോക്കണം. ഓളോട് വിവരമൊന്നും പറയണ്ട, ഒന്നും അറിയിക്കണ്ട, ഒന്നും പറയണ്ട. അവിടെ ഒരാളുണ്ട്. അത് നമ്മുടെ കല്ലൂരി അസിസ്റ്റോളം ഡോക്ടറുണ്ട്. അങ്ങനെ കൊണ്ടോണ്ട് ഡോക്ടറുണ്ട്. പ്രശ്നമില്ല, അത് മഴയില്ല. എടി സ്മിത, ഓടിക്കണ്, ഓടക്ക്. ഇവൾക്ക് ചെവി കേൾക്കില്ലേ? സ്മിത, ഓടിക്കണ്. ആരെയും നേരത്തെ രാവിലെ തന്നെ എന്താ രാവിലെ തന്നെ ഉറക്കൊന്നുമില്ലേ? സ്മിത എണീച്ചില്ലേ? അവളെ നാട്ടിൽ നിന്ന് വെച്ച് വിളിക്കുന്നുണ്ടല്ലോ, അവൾ ഫോൺ എടുക്കുന്നില്ല. സ്മിത 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 നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? എന്താ ചേച്ചി കാര്യം? എത്ര ടൈമായി വിളിക്കുന്ന എന്നെ? എന്താ സംഭവം? എന്താണ്?
എത്ര സമയം ഫോണിലേക്ക് വിളിക്കുന്നത് നാട്ടിൽ നിന്ന്? ഞാൻ വിളിച്ചിട്ട് കിട്ടായിട്ട് എന്നെയാ വിളിക്കുന്നത്. എന്താ കാര്യം? ഫോൺ എടുത്ത് നോക്ക്. 16 മിസ് കോള്. വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക് സ്മിത. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഇവിടെ എത്ര വീടുണ്ടായിരുന്നല്ലേ? 3 വീട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ചട്ടിയും പാത്രവും ഇതല്ലാതെ ഒന്നും കാണാനില്ല. മഴ ഒന്നടങ്ങിയത് നന്നായി. ആ ഭാഗത്ത് വരെ ഫയർഫോഴ്സ് വരും, ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ ഭാഗത്താണ് നമ്മളെ ഉണ്ണീനെയും ജാഫറിനെയൊക്കെ തരുന്ന ആ ഭാഗത്താണ്. ആ ഭാഗത്ത് ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് പത്രക്കാർക്കോ ആർക്കും പോകാൻ കഴിയില്ല. ഇവിടുന്ന് കുത്തി ഒഴുകിയ നേരെ ഈ ഭാഗത്തേക്ക് കുത്തി ഒഴുകിയത്. അങ്ങോട്ടൊക്കെ പിന്നെ അതിനനുബന്ധമായിട്ട് പോയതാണ്. ഈ മഴയത്താണ് പോയതാണ്. ഇതിലാണ് ഒന്നായിട്ട് ഒഴുകിയത്. അതായത് അവിടെ നമ്മളെ സ്കൂൾ ഇറങ്ങി, LP സ്കൂള്. ഭാഗ്യം എന്ന് പറയാം, അങ്ങോട്ടൊക്കെ പോയില്ല. മണ്ണിതാ ഈ ഭാഗത്ത് ഇങ്ങനെ നിന്നു. ഇതിലെ JCB ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് മാന്താൻ കഴിഞ്ഞു. ആ ഭാഗത്തുള്ള സ്കൂൾ ഭാഗത്തേക്ക് മണ്ണ് ഇടിഞ്ഞിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? അപ്പൊ അസീസ് എന്തായി? അസീസിനെ ഇന്നലെ കിട്ടി. ആള് മരിച്ചിരിക്കാണ്, അറിഞ്ഞിട്ടുണ്ടാവൂല അസീസ്. ഇല്ല, ഞാൻ കണ്ടില്ലേ. അസീസ് മരിച്ചുപോയി. അസീസിനൊക്കെ അങ്ങനെ എത്ര അസീസ്മാർ ഇതിനകത്ത് ഇപ്പൊ ഉണ്ട് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ആ ഭാഗത്ത് തെരഞ്ഞുകൊണ്ടിരിക്കല് ആളുകൾ മുഴുവൻ അങ്ങോട്ട് തെരഞ്ഞു. ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. ഇവിടെ അസീസിന്റെ വീടുണ്ടത്. വീടോ? അസീസിന്റെ വീട്ടിലേക്ക് വരാറുണ്ടല്ലേ? ഞാൻ അസീസിന്റെ ബാക്കിൽ ഞങ്ങൾ ചെറുതായിട്ട് കൂടുന്ന ആൾക്കാരുണ്ടാണ്. നിങ്ങളൊക്കെയാണ് ആൾക്കാർ. നിങ്ങൾ ഇരുന്നീനെ പാറ ഈ ഭാഗത്തായിരുന്നു ഒരു പാറ ഓർമ്മ. പാറ അങ്ങോട്ട് ഉരുണ്ട് പോയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ പപ്പടം പോലെ പൊടിഞ്ഞെന്ന് പറയാം. പാറ പൊട്ടി അതല്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല അസീസിന്, ചെറിയ കുട്ടി, കുറച്ച് ഒരു മോള്, ചെറിയ കുട്ടി. ആ കുട്ടിയോ? കുട്ടി പോയിട്ടോ? കുട്ടി പോയാ? അസീസിന്റെ ഭാര്യ ശരിക്കും ഇന്നലെ രാത്രിയിലൊക്കെ പുറത്തിറങ്ങി, എവിടെ കാണുന്നില്ല. ഞങ്ങൾ അവളും പോയെന്ന് വിചാരിച്ച. രാത്രിയിലൊക്കെ അവരുടെ ഭാര്യ ഉണ്ടല്ലോ, ആ സ്ത്രീക്ക് ശരിക്കും ഒരു തരം മാനസികാവസ്ഥയിലാണ് ഇപ്പൊ അവരുള്ളത്. അവര് എവിടെയാന്ന് വെച്ചാൽ അതോടുകൂടെ പോയി. അവർ ഈ വീട് പോയതോടുകൂടെ അവരുടെ മാനസികാവസ്ഥ തെറ്റി അലഞ്ഞു തിരിഞ്ഞ് എന്റെ ഹസ്ബൻഡ് എന്റെ മോളെന്നും പറഞ്ഞു നടക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ല, ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നല്ലോ അവർക്ക്. മകനെ കാണുന്നില്ലല്ലോ, മകനെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടിയിട്ടില്ല, മകനെ കിട്ടിയിട്ടില്ല. ഇവിടെ ഉണ്ടാവും, അതറിയില്ല. നമുക്ക് ഒഴുകി പോയതാണോ, ഇത് പുഴ അപ്പുറത്ത് പുഴയാണ്, ഇതിങ്ങനെ പോയിട്ട് പുഴയേക്കാണല്ലോ. ആ പുഴയെ അതൊക്കെയാണ് നമുക്ക് പേടി. എവിടെയാ എന്താന്ന് ആളെ കാണുന്നില്ല, വീട്ടിനെ കാണാനില്ല. ഇതാണ്ട് ഇതൊക്കെ ആ വീടുകളിൽ ഉണ്ടായിരുന്ന ഈ ചെരുപ്പ് ഈ ചെരുപ്പാണ് അസീസിന്റെ ബോഡി കിട്ടാൻ ഇന്നലെ കാരണം. ഇത് അസീസിന്റെ ചെരുപ്പാ. അസീസിന്റെ ചെരുപ്പ് തിരിച്ചറിഞ്ഞോടുകൂടെ അസീസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ. അപ്പൊ ഈ ഉരുണ്ട് താഴേക്ക് പോയതാണ് ആള്. നിങ്ങളെന്റെ അസ്യാക്കാനെ കണ്ടോ? എന്റെ അസ്യാക്കാന് കുട്ടി മനോ
സിംഗു ആസിയാക്ക 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 ആസിയാക്കാനെ കണ്ടില്ല ആസിയാക്കാനെ കണ്ടില്ല മനു ഇതിന്റെ മനുവിനെ കണ്ടീനോ 2024 നടന്ന കൊള്ളിമല ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ ഇല്ലാതായി. ഒരുപാട് സന്നദ്ധ സംഘടനകളും അയൽ രാജ്യങ്ങളും ഒരുപാട് പണം തന്ന് സഹായിച്ചു. ആ പണം ഇന്നെവിടെ? അതാർക്കു വേണ്ടി ചിലവാക്കി? എന്നാൽ മോഹന വാഗ്ദാനങ്ങൾ നൽകിയ നമ്മുടെ സർക്കാർ ഇന്നെവിടെ? ഇനിയും അവർ വരും, നിങ്ങളെ ചേർത്തു പിടിക്കും, മോഹന വാഗ്ദാനങ്ങൾ നൽകും. കൊള്ളിമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം. അർഹതപ്പെട്ടത് കിട്ടാത്തവർ ഇന്നും ബാക്കി. ഞങ്ങളുടെ വോട്ടിന് മാത്രം വരുന്ന രാഷ്ട്രീയക്കാർ ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഞങ്ങൾക്കും ജീവിക്കണം.